മക്കള് അവരുടെ ഉത്തരവാദിത്വം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അച്ഛനെയും അമ്മ ഈ ഒരു വിവാഹത്തിലേക്ക് തള്ളിവിട്ടത്. മക്കളുടെ നിർബന്ധം കാരണമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊന്നുമല്ല. ഇപ്പം മക്കളെ, എന്റെ മോളെ, ഇളയ മോളെ ഒരുപാട് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളായിരുന്നു. കാരണം അവൾക്കാണ് ഞാൻ പോയാൽ ഒരുപാട് നഷ്ടം വരുന്നത്. കാരണം അവളുടെ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യുന്നത് ഞാനാണ്. മോള് കോളേജിൽ എന്നും പോയി വരുവാണ്, എറണാകുളം കൊല്ലം യാത്രയാണ്. അപ്പൊ കൂടുതൽ സമയം അവള് ട്രെയിനിലാണ്. അപ്പൊ രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് 3:30 എഴുന്നേറ്റ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി എല്ലാം കഴിഞ്ഞിട്ട് രാവിലെ മരുമകൻ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വിടും. പിന്നെ ട്രെയിനിലാണ് അവർ ഇച്ചിരി റിലാക്സ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കോളേജിൽ ചെന്നാലും ജോലിയുണ്ട്, പഠിപ്പിക്കണം. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നതും ട്രെയിനിൽ വീട്ടിൽ എത്തുമ്പോഴത്തേക്ക് 8 മണി 8:15 ആവും. അപ്പൊ അതുവരെ കുഞ്ഞിനെ, മോളെ ഞാൻ ടേക്ക് കെയർ ചെയ്യും. അവള് 3:30 ആകുമ്പോ സ്കൂളിൽ വിട്ട് വരും. പിന്നെ അവൾക്കുള്ള ഫുഡും അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും പിന്നെ രാത്രിയിൽ ഇവർക്ക് ഫുഡ് ഉണ്ടാക്കി ഞാൻ കൊടുക്കുന്നതും എല്ലാം. അപ്പൊ അവൾക്കാണ് ഒരുപാട് ഞാൻ മിസ് ചെയ്യുന്നത്. പക്ഷെ മോളാണ് എന്നെ ഒരുപാട്, 2 മക്കളും മരുമോനും. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അവർക്ക് എന്നെ അവിടെ നിർത്തിയാ പോരെ. അതെ, അവരുടെ സെൽഫിഷ് ആയിട്ട് അവർ ചിന്തിച്ചാൽ അവർക്ക് അങ്ങനെ ചിന്തിക്കാമല്ലോ. അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് പ്രയോജനമാണ്. അമ്മയുടെ സന്തോഷം അവര്, അതുകൊണ്ടാണ് ഞങ്ങള് ഒരുമിക്കാൻ തന്നെ ഒരു കാരണം. ഞങ്ങളുടെ ഈ 2-3 months കോൺവെർസേഷനിൽ ഇത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ വിട്ട് അങ്ങോട്ട് വരാൻ പറ്റില്ല, അതൊക്കെ എന്നെ രശ്മിക്ക് അവിടെ വിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ സംസാരിച്ചത് പെട്ടെന്നാണ് മോള് ഇന്റർവ്യൂ ചെയ്തിട്ട് അത് ഞങ്ങൾ നോക്കണം. 10 വയസ്സ് വരെ മോളെ നോക്കിയമ്മ തന്നില്ല. ഇത്രയും നാള് ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ട് ഇനി അമ്മയ്ക്ക് വേണ്ടി ജീവിക്കും.